ഹലോ, ഓണമൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഓണം റെസിപ്പി ആയാലോ. ഞാനിന്ന് കാളനാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചേനയും കായൊക്കെ അതിനുവേണ്ടി ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കറിവേപ്പിലയും ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കാം. വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ, പച്ചമുളക്, ജീരകം, കറിവേപ്പില ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റാക്കി അരയ്ക്കണില്ല. ഇനി അത് കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച തേങ്ങയുടെ മിക്സും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് കട്ട തൈര് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഏറ്റവും അവസാനം ഒരു തരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാളൻ നല്ല സൂപ്പറായിരിക്കും. പിന്നെ അതിലേക്ക് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പിൻ്റെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം കാളനിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാളൻ ഇവിടെ സെറ്റ്. അപ്പോൾ അത് ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്കാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ അത് ഉത്രാടത്തിൻ്റെ അന്നാണ് ഉണ്ടാക്കി വെക്കാറ്. അപ്പോൾ തിരുവോണ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.